ആളില്ലാതെ വണ്ടി പോണ്. സാറ് നമ്മുടെ തുടരും പടം തിയേറ്ററിൽ പോകാതെ ഇവിടെ ഇരുന്ന് കണ്ടാലും ആലോചിക്കുന്നു. ഇതിൽ നെഗറ്റീവായിട്ട് സാറിന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? നെഗറ്റീവായിട്ട് തോന്നിയത് ഒന്ന്, ഇതിൻ്റെ കോയമ്പത്തൂർ വരുന്ന വഴിക്ക് അവിടെ 1 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. എന്നിട്ട് നമുക്ക് ആ ഇത് കിട്ടി. പക്ഷേ ഞാൻ ഇവിടെ ഓടിച്ചിട്ട് അതുപോലെ ഏറ്റവും ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മൾ ഹിൽ ഏരിയയിൽ പോകുന്ന സമയത്ത്. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റീസെൻ്റ്ലി നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു ഇലക്ട്രിക് കാറുണ്ട് കേട്ടോ. ഞാൻ അത് റിവ്യൂ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹത്തിലിരുന്നതാണ്. പക്ഷേ എന്നെ കൊണ്ട് അത് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. ആ വാഹനം ഏതെന്നല്ലേ, നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമായ BE6 എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ അല്ല, ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. യെസ് സാർ, ഗുഡ് ഈവനിങ്. ഓക്കെ, ഇത് ഇസ്മയിൽ സാർ. അപ്പം സാറാണ് ഈ വാഹനത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത്, നമ്മുടെ BE6ൻ്റെ ഓണർ. അപ്പോൾ നമുക്ക് ഇസ്മയിൽ സാറിൽ നിന്നും ഈ ഒരു വാഹനം എടുത്തിട്ടുള്ള സാറിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാം, നെഗറ്റീവ് പോസിറ്റീവ് സൈഡിൽ എല്ലാവരും. അപ്പോൾ സാർ, നമ്മുടെ ഒരു ഇന്ത്യൻ ടെസ്ല തന്നെയാണല്ലേ ഈ വണ്ടി കാഴ്ചയിൽ കാണുന്നത്. അതെ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ വരും മുന്നേ ജസ്റ്റ് സാറിനെ പറ്റിവിടെ. സാർ എന്താ ചെയ്യുന്നത്, എവിടെ സ്ഥലം താമസിക്കുന്നത്? ബിസിനസ്സാണ്, കാറിൻ്റെ ആക്സസറീസ്. ഓക്കെ, കാറുമായി ബന്ധപ്പെട്ട മേഖല തന്നെയാണ്. അതിൻ്റെ ഡിസൈനിങ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ സാറിന് വർക്ക് ചെയ്തിട്ട്. അതെ അതെ. സാർ, നമ്മുടെ ഈ ഒരു BE6 വരാനുള്ള കാരണം എന്താണ് ആക്ച്വലി? ഞാൻ ശരിക്കും താർറോക്സ് ബുക്ക് ചെയ്തിരുന്നതാണ്. താർറോക്സ് ബുക്ക് ചെയ്ത് ഫസ്റ്റ് വണ്ടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് ലോഞ്ചിങ് വരുന്നത്. അപ്പോൾ ഞാൻ ഓട്ടോ എക്സ്പയർ പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് വണ്ടി കണ്ടിരുന്നു. അപ്പോൾ അന്ന് കണ്ടപ്പോഴേ സാറിന് മനസ്സിൽ കയറി. അതെ അതെ. പിന്നെ മറ്റതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് മാറുകയാണ്. സാർ, താർറോക്സ് വരുമ്പോഴത്തേക്കും അതൊരു ഇലക്ട്രിക് വണ്ടിയല്ല, പക്ഷെ നേരെ മറ്റൊരു ഇലക്ട്രിക് വണ്ടിയിലോട്ട് വരുമ്പോൾ സാറിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എടുക്കണോ വേണ്ടെന്നുള്ളത്? അതെ, എനിക്ക് ഇലക്ട്രിക് വണ്ടികൾ നോർമലി വണ്ടികളെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ഇലക്ട്രിക് എടുക്കാതിരുന്ന മെയിൻ കേസ് നമുക്ക് ഈ റേഞ്ച് കിലോമീറ്റർ. ഓൾറെഡി എനിക്ക് എറണാകുളമാണ് എൻ്റെ പ്രോപ്പർ പ്ലേസ്. അപ്പോൾ ജസ്റ്റ് എറണാകുളം പോയി തിരിച്ചു വരാനുള്ളൊരു റേഞ്ചെങ്കിലും കിട്ടുന്ന ഒരു വണ്ടി ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം കിലോമീറ്റർ റേഞ്ച് നോക്കുമ്പോഴത്തേക്കും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു റേഞ്ച് ഉണ്ട്. നിലവിൽ ഇപ്പോൾ സാറിന് ഈ ഒരു വാഹനം മാത്രമാണോ ഉള്ളത്? അല്ല, എൻ്റെ XC70 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റീസെൻ്റ്ലി അത് കൊടുത്തു. ഇപ്പോൾ നിലവിൽ ഇത് മാത്രം. ഓക്കെ സാർ. അപ്പോൾ നമ്മുടെ വണ്ടി എടുക്കാനുള്ള കാരണം സാർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കാര്യത്തിലോട്ട് വരാം. ഇതിപ്പം സാറ് വണ്ടി എടുത്തിട്ട് എത്ര മാസമായി? ഒരു 2-3 മാസം ആവുന്നുള്ളൂ. ഇല്ല, ഒരു മാസം. 24 ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് ഡെലിവറി ഫസ്റ്റ് വണ്ടി. ഇവിടുത്തെ ഫസ്റ്റ് വണ്ടി ട്രിവാൻഡ്രത്ത്. ഓക്കെ. അപ്പം സാർ ഇപ്പം കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട്? 3000 സംതിങ് ആയി. അങ്ങനെയാണെങ്കിൽ സാറ് കൂടുതൽ ഓടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇത്രയും പറഞ്ഞ ടൈമിൽ ഓടണമെങ്കിൽ. ഇവിടെ ലോങ് അല്ലേ സാർ പോയിട്ടുണ്ടോ? ലോങ് ഇപ്പോൾ അടുത്ത് ബന്ദിപ്പൂര് പോയിരുന്നു. ബന്ദിപ്പൂര്, ഊട്ടി, പൊള്ളാച്ചി. ഓക്കെ, നമ്മൾ നോർമലി റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് കോവളം പോയി, കൊല്ലം പോയി എന്നൊക്കെ. ഇത് അങ്ങനെയല്ല, ബന്ദിപ്പൂര്, ഊട്ടിയൊക്കെ സാർ പോയത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് സാർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സാർ, ഇത് കമ്പനി പറയുന്ന മൈലേജ് എത്രയാണ്? 682 ട്രാക്കിൽ ഓടിച്ച് പറയുന്നു. ഓക്കെ, ഇപ്പോൾ സാറ് ലോങ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. സാറിന് ഇപ്പം നിലവിൽ ഈ ഒരു ഇതിൽ എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് ലോങ് പോയ സമയത്ത് 518 വരെയും കിട്ടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഊട്ടിയിൽ നിന്ന് ചാർജ് ചെയ്ത് എനിക്ക് ട്രിവാൻഡ്രം വരെ എത്താൻ പറ്റി. കംഫർട്ടബിൾ ആയിട്ട് വരാൻ പറ്റും. അതെ അതെ. സാർ, അത് AC കിട്ടി തന്നെയാണോ നമ്മൾ? അതെ, ഫുൾ AC-ലാണ് വന്നത്. അത് നമ്മൾ ഫുള്ള് ഏകദേശം ഹിൽസും ബ്ലോക്കിൽ തന്നെ ഏകദേശം 1 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. മേട്ടുപ്പാളയം വന്ന് കോയമ്പത്തൂർ വരുന്ന വഴിക്ക് അവിടെ 1 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. എന്നിട്ട് നമുക്ക് ആ ഇത് കിട്ടി. പക്ഷെ ഞാൻ ഇവിടെ ഓടിച്ചിട്ട് എനിക്കൊരു 450. അപ്പോൾ നമ്മൾ അധികം ഏകദേശം ഒരു ആഴ്ചയും കൊണ്ടാണ് ഏകദേശം 500 കിലോമീറ്ററോളം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഒരു 450-400 ആ റേഞ്ചിലേ കിട്ടുന്നുള്ളൂ. ചെറിയ വ്യത്യാസം വരുന്നു. അതെ അതെ. ഓക്കെ, സാറിന് ഈ ലോങ് പോയ സമയത്ത് മറ്റേ ഡീസൽ പെട്രോൾ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അടിച്ചിട്ട് പോവാം. ഇത് സാറിന് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം? അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നിടത്തൊക്കെ ചാർജ് ചെയ്താണ് പോയത്. നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇത് ചാർജിങ് എന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമ്മൾ എറണാകുളത്തുന്നതിന് മുമ്പ് ചാർജ് ചെയ്തു, അത് തൃശ്ശൂർ ചാർജ് ചെയ്തു, പിന്നെ വയനാട് അവിടെ ചെന്നിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ എവിടെ കാണണം അവിടെയൊക്കെ ചാർജ് ചെയ്ത് സാറ് വളരെ കംഫർട്ടബിൾ ആയിട്ട്. അപ്പോൾ സാറ് ലോങ് പോയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാറിന് ഒരു കംഫർട്ടബിൾ ആയി വണ്ടി, വേറെ ഇഷ്യൂസ് ഇല്ലാന്ന രീതിയിലായി. ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള സാർ ഒരു പോയിന്റിലോട്ട് വരാം. നമുക്ക് സാർ ഇപ്പം ഏതൊരു വാഹനം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു വണ്ടി എടുത്താലും നമുക്ക് അതിൽ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ കാണും. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് സാറിന് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഫീൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വണ്ടി ഇപ്പം നിലവിൽ ഉപയോഗിച്ച് ഈ കാലയളവിൽ?
ഒന്ന് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഓക്കെ, പവർ അസാധ്യ പവറാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ലുക്ക്. അതെ അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പറഞ്ഞ പോലെ റേഞ്ചും. അതെ അതെ, റോഡ് പ്രസൻസ് ഭയങ്കരമാണ്. ഈ 3 കാര്യമാണ് സാറിന് കൂടുതലായിട്ട് ഒരു പോസിറ്റീവായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത്. സാർ ഇതിപ്പം സാറിപ്പം നൈറ്റൊക്കെ ഓടിച്ചിട്ടുണ്ടല്ലോ വണ്ടി, ലോങ്ങും പോയതാണ്. അപ്പോൾ ലോങ് പോകുമ്പോൾ ആ ഡ്രൈവിംഗ് കംഫർട്ടും അതിൻ്റെ ഒരു ബാക്കി ഒരു ഹെഡ്ലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മൊത്തത്തിലൊന്ന് ഓവറോൾ? നല്ല പെർഫോമൻസ് ആണ് എല്ലാം കൊണ്ടും. നൈറ്റ് ഡ്രൈവിങ്ങിനൊക്കെ ഭയങ്കര കംഫർട്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത് നമ്മൾ ഹിൽ ഏരിയയിൽ പോകുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മറ്റേ വണ്ടി ഓടിക്കുമ്പോഴുള്ള ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്ന് കയറി പോകണം, ഒരു ലാഗോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മനസ്സിലായി. ഓക്കെ, അപ്പം ശരിക്കും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് പേടിച്ച്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കയറ്റം കയറിയപ്പോൾ ഇതിന്റെ റേഞ്ച് ഭയങ്കരമായിട്ട് ഓരോ കിലോമീറ്ററിന് ഏകദേശം ഓരോ കട്ട വീതം വരും. പക്ഷെ അത് നമ്മൾ തിരിച്ചിറങ്ങിയ സമയത്ത് അതിൽ കൂടുതലായിട്ട് ഇപ്പൊ നമുക്കൊരു 50 ചാർജ് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം താഴേക്ക് പോകുന്ന സമയത്ത് ഈ 50-ൽ നിന്നുണ്ടായ ചാർജ് ഏകദേശം 60-ലേക്ക് വന്നു. 25 കിലോമീറ്റർ ഓടിയതിനു ശേഷം 50 ചാർജ് 60-ആയി. റീജനറേഷൻ. അതെ. മനസ്സിലായി. ഇപ്പൊ സാറിന്റെ പോസിറ്റീവ് സൈഡ് സാർ പറഞ്ഞു. ഇപ്പം ഓടിച്ച ടൈമിലുള്ളതിൽ പുതിയ വണ്ടിയാണ് എങ്കിലും സാറിന് ചോദിക്കണം സാർ, നമുക്ക് ഇതിൽ നെഗറ്റീവായിട്ട് സാറിന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? നെഗറ്റീവായിട്ട് തോന്നിയത് ഒന്ന്, ഇതിൻ്റെ ബാക്കിലെ സീറ്റിന് തൈ സപ്പോർട്ട് കുറവാണ്. അത് ജസ്റ്റ് ഒന്ന് സാർ നമുക്ക് കാണിക്കാമോ? തൈ സപ്പോർട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് തൈ സപ്പോർട്ട് കുറവാണ്. ഈ ചാര് കുറച്ചുകൂടി ബാക്കിലേക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ലോങ് കംഫർട്ടായിരുന്നു. കുറച്ചും കൂടെ ബാക്കിലോട്ട് ഉണ്ടായിരുന്നു, ചായ്ക്കാൻ പറ്റും. പക്ഷെ 9-ൽ അത് ചായ്ക്കാൻ പറ്റും, ഇതിനകത്ത് അത് പറ്റുന്നില്ല. അതാണ് മെയിൻ ആയിട്ട് സാറിന് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. അതെ. പക്ഷേ ലെഗ് സ്പേസും സാർ അത്യാവശ്യം ഉണ്ട്. ലെഗ് സ്പേസ് നോ പ്രോബ്ലം. ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്തായാലും എന്റെ സീറ്റിനെ ഓൾട്ടർ ചെയ്യാൻ പോവാണ്, അങ്ങനെ വേറെ മാർഗമില്ല. സാർ ഇതിന്റെ ബാക്ക് ഡിക്കി സ്പേസ് ആയിട്ട് വരുന്ന സ്പോട്ടൊക്കെ എങ്ങനെയാണ്? ഡിക്കി സ്പേസ് നല്ല സ്പേസ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം 5-6 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ 5 പേരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ലഗേജ് സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. മനസ്സിലായി. നമ്മളിപ്പോൾ സാർ 3000 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സാർ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു 1000 കിലോമീറ്ററിലായിരുന്നു. 1500-ൽ ചെയ്തു. ഓക്കെ, വേറെ ചെക്കിംഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. അതിനെന്തെങ്കിലും സാറിന് ചാർജോ? ഇല്ല, ഒന്നുമില്ല, ഫ്രീ ആയി. അപ്ഡേഷൻ ഉണ്ടായിരുന്നു. 1-2 അപ്ഡേഷൻസ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സർവീസ് എപ്പോഴാണ് സാറിന് വരുന്നത്? 10,000. 10,000. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ റേഞ്ച് അത്യാവശ്യം കൂടുതലുണ്ട്. അതെ, നമുക്ക് ഇനി ഒരു 6 മാസം 1 വർഷത്തിനകത്ത് അടുപ്പിച്ച്. ഓക്കെ, സാറിനിപ്പം ലോങ് ഡ്രൈവ് സാർ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാറ് മാക്സിമം സാറ് എത്ര ലെവൽ സ്പീഡ് വരെ കയറിയിട്ടുണ്ട്? 145 വരെ കയറി. 145 വരെ കയറിയിട്ടുണ്ട്. അതെങ്ങനെ സാർ, നമുക്ക് സാറിപ്പം ഡീസൽ വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു വണ്ടിയിലോട്ട് ആ ഒരു പെർഫോമൻസ് സാർ കൊടുത്തപ്പോൾ സാറിന് എങ്ങനെ ഫീൽ ആവുന്നു? ആക്ച്വലി അറിയുന്നില്ല. കാല് കൊടുക്കുന്ന പോലും ജസ്റ്റ് റോക്കറ്റ് പോകും പോലെ ഭയങ്കര ഫീലാണത്. എക്സ്പീരിയൻസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ. ഇത് സാറിപ്പം ഫാമിലി ആയിട്ടാണല്ലോ പോയത്? അതെ. റൈഡ് സാറ് മാത്രമാണ് ചെയ്തത് അതോ വൈഫൊക്കെ ഡ്രൈവ്? അല്ല, വൈഫും ഡ്രൈവ് ചെയ്യും. വൈഫ് ചെയ്തില്ല, മകൻ മൂത്തയാള് ഓടിക്കുന്നു. സാർ, അപ്പോൾ നമ്മുടെ B6-ന്റെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കാറ് ആണോ എന്നൊരു സംശയം തോന്നുന്നത്. വണ്ടിക്കകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ അത് ഇൻഫർമേഷൻ തരുന്നുണ്ട്, ഇത് ഹൈ പവർഫുൾ വെഹിക്കിൾ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. സാറ് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ നമുക്കിതൊരു കാറിനകത്തിരിക്കുന്ന ഫീലേ വരില്ല. സാർ ഒരു ജെറ്റിനകത്ത് ഇരിക്കുമ്പോഴത്തെ ഒരു ഫീലാണ്. നമ്മുടെ സ്റ്റിയറിംഗ് ഭാഗം നിങ്ങളിപ്പം നോർമലി ഇതിൻ്റെ റിവ്യൂസ് കണ്ടവർക്ക് ഇത് അറിയാം, അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ സാർ, ഇതിന് നമുക്ക് ഇപ്പം സാർ എന്തോ അപ്ഡേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണോ അതോ? സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ആണ്. അത് ഫസ്റ്റ് തപ്പുന്ന സമയത്ത് ഈ കീയിൽ നമുക്ക് വണ്ടി ഓൾറെഡി മൂവ് ചെയ്യിക്കാനായിട്ട്. പക്ഷെ അത് കറക്റ്റ് അല്ലായിരുന്നു. അപ്ഡേഷനിലാണ് ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ സാർ, ഇപ്പം നമുക്ക് ഇപ്പം ഇതിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് എങ്ങനെയാണ്? കിടിലാണ്. സാറ്, നമ്മുടെ തുടരും പടം തിയേറ്ററിൽ പോവാതെ ഇവിടെ ഇരുന്ന് കണ്ടാലും ആലോചിക്കുന്നു. അല്ല, ഞാൻ കുറച്ച് മറ്റേ നമ്മുടെ പുതിയ പടം എമ്പുരാന്റെ ട്രailer-ഒക്കെ ഇതിനകത്തിരുന്ന് കണ്ടു. ഭയങ്കര എഫക്റ്റ് ആണ്. തിയേറ്ററിൽ കാണുന്നതിനേക്കാൾ എഫക്റ്റ് ആണ്. നല്ല ക്വാളിറ്റി ആണല്ലോ സാർ. ഇപ്പം ഈ ഇന്റീരിയലിനകത്തോട്ട് വരുമ്പം സാറിന് ഇതിൽ കുറച്ച് ഇങ്ങനെയൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇതിനകത്തൊന്ന് പറയത്തക്ക ഇതിനകത്തൊരു ഈ ഡാഷ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ,
ഒരു ഷാഡോ പോലെ ഇതിന്റെ ഈ ബ്ലാക്ക് ഇതല്ലേ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിങ്ങനെ ആ ഒരു ഇത് കാണുന്നുണ്ട്. അതാണ് ഒരു ഇതായിട്ട് പോരായ്മ. നമുക്ക് ഈ കണ്ണാടിയിൽ റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആയിട്ട് ചില സമയത്ത് അത് പ്രശ്നമുണ്ട്, ലൈറ്റ് മങ്ങി വരുന്ന സമയങ്ങളിലൊക്കെ. ഓക്കെ, മനസ്സിലാക്കാണല്ലോ നമ്മുടെ ഈ ഫ്രണ്ട് കാണുന്ന ഡാഷാണ് സാർ ഉദ്ദേശിച്ചത്. അതെ അതെ, കണ്ണാടി റിഫ്ലക്ട് ചെയ്യും. പ്രത്യേകിച്ച് സാർ നൈറ്റ് സമയത്ത് ലൈറ്റ് പ്രശ്നമില്ല, നമുക്കൊരു വൈകിട്ട് ഒരു 4 മണി സമയത്ത്. ഓക്കെ ഓക്കെ, അതാണ് സാറിനൊരു അതെ അതെ പ്രശ്നമായിട്ട് തോന്നിയില്ല. മറ്റെന്തെങ്കിലും സാറിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ കൊള്ളാമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ? ഇല്ല, ഫ്രണ്ട് സീറ്റിന്റെ കാര്യം പക്ക, വേറെ നോ പ്രോബ്ലം. പിന്നെ നേരത്തെ പറഞ്ഞ ഇന്റീരിയർ ബാക്കിലത്തെ ഇതാണ്. പിന്നെ അതല്ല, എക്സ്റ്റീരിയറിലാണെങ്കിൽ ഞാൻ ബ്ലാക്ക് പോർഷൻസ് ഇല്ലേ, അതൊരു ഗ്ലോസി ഫിനിഷ് ആണ്. അപ്പൊ അതിന് പെട്ടെന്ന് അഴുക്ക് പിടിച്ച് ഇതാവുന്നുണ്ട്. പറഞ്ഞ പോയിന്റ് കണ്ട, ഈ കാണുന്ന ബ്ലാക്ക് പാനൽ ഇതാ പറയുന്നത്, പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നുണ്ടല്ലോ സാർ? അതെ അതെ, അഴുക്ക് പിടിക്കുന്നുണ്ട്. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. കണ്ണാടി സാർ മേലോട്ട് എടുത്തിക്കോളും. സാർ, നോർമലി നമ്മുടെ മാർക്കറ്റിലുള്ള ഇലക്ട്രിക് കാറുകൾക്ക് ഇല്ലാത്ത ഒരുപാട് സ്പെഷ്യാലിറ്റി നമ്മുടെ ഈ വണ്ടിക്കുണ്ട്. അതിനാണ് എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ അതിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് പാർക്കിംഗ് സിസ്റ്റം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് സാറിന് വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, വർക്കിംഗ് ആണ്, പക്ക വർക്കിംഗ് ആണ്. നമ്മളങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമല്ല. ഓക്കെ ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. സാറിന് എപ്പോഴെങ്കിലും സാറിന് ചെക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. മാളിലൊക്കെ പോയ സമയത്ത് അവിടെ പാർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സാർ, ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഈ വണ്ടി സാറ് അകത്തിരിക്കാതെ തന്നെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ആകുന്ന ജസ്റ്റ് കാണിക്കാൻ പറ്റുമോ? കാണിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്നുള്ളത്. ആളില്ലാതെ വണ്ടി പോണ്. ഇത് സാർ, നമ്മൾ ഒരു കറക്റ്റ് പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് അവിടെ തന്നെ പാർക്ക് ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ടല്ലോ. ആക്ച്വലി അത് വർക്കിംഗ് ആണോ? ഇത് വർക്കിംഗ് ആണ്. ഓക്കെ സാർ, ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിലാണ് എന്ന് പറയുമ്പോൾ സാർ വലിയൊരു കാര്യമല്ല? അതെ അതെ അല്ലേ. അല്ല, ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് കൺജസ്റ്റഡ് ആയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ വന്ന് കയറാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതേപോലെ വണ്ടി പുറത്തേക്ക് കാറാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ജസ്റ്റ് മുന്നോട്ടാക്കാം. അതെ അതെ, ചിലപ്പോ സ്ഥലമില്ല, ജസ്റ്റ് നമുക്ക് വണ്ടി ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിലും നമ്മൾ ഇതിനെ ജസ്റ്റ് നമുക്ക് കയറ്റിയിടാൻ പറ്റും. അങ്ങനത്തെ ഉപകാരമുള്ള കാര്യം. അതെ അതെ, നമ്മുടെ ഇസ്മായിൽ സാറ് അത്യാവശ്യം വണ്ടിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ സാറ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ, അല്ലേ? അതെ, പക്കാ സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ സാറ് വണ്ടി ഓൺ റോഡ് പ്രൈസ് എത്രയായി? ഞാൻ എടുക്കുന്ന സമയത്ത് 31 ആയിരുന്നു. ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ടാക്സ് കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു എമൗണ്ടിന് ഈ വണ്ടി സാർ വർത്താണോ? ഓട്ടോ ഉള്ളവർക്ക് വർത്താണ്. അത് സാർ, ഓട്ടോ ഉള്ളവർക്ക് വർത്താന്ന് പറയാൻ നമ്മൾ ഓടി മുതലാക്കണം എന്നല്ല, അതാണ് ഉദ്ദേശിച്ചത്. അതെ, ഇതിപ്പോ ഡെയിലി ഒരു 50 കിലോമീറ്റർ കൂടുതൽ ഓട്ടോ ഉള്ളവർക്ക്, ഇത് 100 കിലോമീറ്റർ ഉള്ളവർക്കാണ് ഏറ്റവും ബെറ്റർ. ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഓട്ടോ ഉള്ളവർക്ക് ഇത് നഷ്ടം. ഇത്ര എമൗണ്ട് കൊടുത്ത് നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം സാറിന് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇത്ര കാര്യങ്ങൾ സാർ പറഞ്ഞു. സാറ് നെഗറ്റീവ് പോസിറ്റീവുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും ഇതിൽ സാറിന് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ റൈഡ് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട്? സസ്പെൻഷൻ എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ ബാക്കിൽ ചെറിയൊരു തെറുപ്പുണ്ട്, ഒരു ഹാർഡ്നെസ് ഉണ്ട്. നമ്മൾ XUV700 ഓടിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണ്. ഇത് പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. അതെ അതെ, അത് കുറച്ച് സോഫ്റ്റ് ആയ കൊള്ളാം. സാറിന്റെ അഭിപ്രായ പ്രകാരം നമുക്ക് ബാക്കിലത്തെ ഒരു റിയർ സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കുറച്ച് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആ ബാക്കിൽ കാണുന്ന ഒരു റിയർ സീറ്റ്, അത് ഒരു ചായ്വ് കുറവാണ്, പിന്നെ തൈ സപ്പോർട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് അൺകംഫർട്ടബിൾ ആയിട്ട് സാറിന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയൽ സാറ് പറഞ്ഞ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, അത് നമുക്ക് ആ മിററിൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കാണുന്നുണ്ട്. അപ്പം അത് ചില സമയത്ത് സാറിന് റൈഡ് അൺകംഫർട്ടബിൾ ആണ്. ഈ 3 കാര്യങ്ങളാണ് സാറിന് ഇത്രയും നാൾ ഓടിച്ചിട്ട് തോന്നി. ബാക്കി അതർവൈസ് എല്ലാം പക്ക പോസിറ്റീവ് ആണ് സാർ. പിന്നെ സാർ ഒന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു പാനലിന്റെ ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മള് ജസ്റ്റ് ഒന്ന് മഴ ചാറ്റും വെള്ളം കഴിയുമ്പോൾ അതിലേക്ക് അഴുക്ക് പെട്ടെന്ന് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ്. സാർ പക്ഷെ PPF ചെയ്തേക്കുന്ന PPF ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടായിരിക്കും.
സാർ ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയിൽ നമുക്ക് സാർ നമുക്ക് ഏതൊരു വാഹനത്തിൽ നമുക്ക് അതിൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണലി ചെയ്യാനായിട്ട് തോന്നും. ചില അലോവി കയറ്റുന്ന പരിപാടികളുണ്ട്, അല്ലെങ്കിൽ സ്പോയിലർ വയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ സാറിന് ഇതിൽ ആക്സസറീസ് ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് ചെയ്താൽ കൊള്ളാം? ഇതിനകത്ത് ഓൾറെഡി ആക്സസറീസ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല, കംപ്ലീറ്റ് ഫുള്ളി ഫിറ്റഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അഡീഷണൽ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി PPF ചെയ്തിട്ടുണ്ട്. സാർ ചെയ്തിട്ടുണ്ട് PPF ഇവിടെ ഫുൾ ബോഡി സാർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ടൈം കിട്ടിയില്ല ഫുള്ള് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് ഈ ഫ്രണ്ട് സൈഡ് സാറ് തന്നെ ചെയ്തല്ലേ? അതെ അതെ അതെ, സാർ തന്നെ സ്വന്തമായിട്ട് ആക്സസറീസിന്റെ ഷോപ്പുണ്ട്, സാർ തന്നെ ചെയ്തത്. അതെ അതെ, അപ്പൊ അത് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ സൺ ഫിലിമാണ്. ഇത് കുറച്ച് ചൂടിനെ നമുക്കൊരു 65% വരെ ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. UV റേസ് 99% കട്ട് ചെയ്യും. അതല്ല അൾട്രാലൈറ്റ് 99% കട്ടാവും. RT അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ് സാർ? അതെ അതെ അതെ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഗ്ലാസിന് 70%, സൈഡ് ഗ്ലാസും 50%, ബാക്ക് ഗ്ലാസ് 70%. അതിപ്പോൾ RTയുടെ അപ്രൂവ്ഡ് ഉള്ള ഫിലിമാണ്. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം, ഏറ്റവും ഗുണം ഒന്ന് ഇതിന്റെ ഫെയ്ഡിങ് എല്ലാം ഒഴിവായി കിട്ടും. അധികം ഇതിന്റെ ലെതർ പോർഷനും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് ഇതിൽ വരുന്നത്. പ്ലാസ്റ്റിക് പോർഷൻ കൂടുതലാണ്. അപ്പോൾ വെയിലടിച്ച് ഇതിന്റെ ഫെയ്ഡിങ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ രാത്രി നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹെഡ്ലൈറ്റ് ആന്റി ഗ്ലെയർ ഫിലിമാണ്. അതെല്ലാം ഈ ഒരു ഇതിൽ തന്നെ കവർ ആവും. അതെ അതെ അതെ. ഓക്കെ സാർ, അതെങ്ങനെയായിരിക്കും നമുക്കൊരു ചാർജ് വന്നിട്ടുള്ളത്? അത് നമുക്ക് ഓരോ ഫ്രെയിമിന് ആ ഒരു നമുക്കൊരു 3000 മുതൽ ഒരു 25,000 വരെയും റേഞ്ചിലുള്ള ഫിലിംസ് ഉണ്ട് വരുന്നുണ്ട്. എല്ലാം വാറണ്ടിയുടെ ഫിലിമാണ്. ഗാർവെയറിന്റെ ഫിലിമാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. 3M ഉണ്ട്. നമ്മളധികം യൂസ് ചെയ്യുന്നത് ഗാർവെയർ ആണ്. കുറച്ച് കോസ്റ്റ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ ഗാർവെയർ ആണ്. ഫണ്ട് കുറച്ച് മുടക്കിയാൽ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. അതെ അതെ അതെ. ഓൾറെഡി എല്ലാം 5 ഇയർ വാറണ്ടി ഉള്ള ഫിലിം. 5 to 10 ഇയർ വരെയും വാറണ്ടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ BE6ൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നമ്മളിന്ന് കണ്ടത് നമ്മുടെ ഇസ്മായിൽ സാറിൽ നിന്നും. അപ്പോൾ സാറ് കുറഞ്ഞ കാലയളവിലാണ് ഈ ഒരു 3000 കിലോമീറ്റർ ഓടിയത്. പുള്ളിക്കാരൻ ലോങ് ഒക്കെ ഓടിയ ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ പക്കയായിട്ട് അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ട്, അത് ഈ ഒരു വണ്ടിക്ക് മാത്രമാണ്. കാരണം സാറിൻ്റെ ഓൺ ഡിസൈനിങ് ആണ് കേട്ടോ. സാറിന് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ആക്സസറീസിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാർ, ഞാനത് സാറിൻ്റെ അനുവാദത്തോട് പറയാണ് കേട്ടോ, കുഴപ്പമില്ലല്ലോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സസറീസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം. കാരണം എല്ലാ തരത്തിലുള്ള ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ സാർ നമ്മുടെ ഈ ഒരു BE6ൻ്റെ എക്സ്പീരിയൻസ് റിവ്യൂവിൽ സാർ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം തിരക്കുള്ള സമയത്താണ് സാർ ആക്ച്വലി വന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം ലാസ്റ്റ് പറയാനുണ്ട്. സാർ നേരത്തെ പറഞ്ഞു അത്യാവശ്യം ഓട്ടമുള്ളവരാണ് ഈ വണ്ടി എടുക്കേണ്ടത് സാർ പറഞ്ഞു. ഞാനിപ്പോൾ സാർ നമുക്ക് ഈ വണ്ടിയായിട്ട് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഇലക്ട്രിക് കാറിൽ ഇപ്പോൾ ഉണ്ടോ സാറിൻ്റെ പരിചയത്തിൽ? ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ BYD ആയിട്ടാണ് നിലവിൽ വരുന്നത്. അത്രയും വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്തിട്ട് അപ്പം കർവ് അതെ ആ കർവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പാരിസൺ ഒരാൾ നോക്കുകയാണെങ്കിൽ സാറ് എന്തുകൊണ്ട് ഈ വണ്ടിയിലോട്ട് എടുക്കാമെന്ന് സാർ പറഞ്ഞിരിക്കും അവരടുത്ത്? ഒറ്റ ലുക്ക് വൈസ് തന്നെ. അതെ അതെ, കർവൊന്നും ഇതിന്റെ ലുക്കിലായിട്ട് ഇല്ല. ലുക്ക് വൈസിൽ സാറിന് മെയിൻ കാര്യം ഇത് എടുക്കാന്ന് തന്നെ പറയാം. പക്ഷേ ഇതിന്റെ ബാക്കി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീച്ചേഴ്സ് ഏകദേശം 1.5 കോടി രൂപ വരുന്ന ആ വണ്ടികളിലുള്ള ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് 30 ലക്ഷം രൂപയ്ക്ക് മഹീന്ദ്ര കൊടുത്തേക്കുന്നത്. മഹീന്ദ്ര പൈസ വെറുതെ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുറച്ച് ഇറക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സാർ 100% സാറ്റിസ്ഫൈഡ് ആണല്ലോ? അതെ അതെ. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ സാർ പക്കാ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആക്സസറീസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ബൈ ബൈ.